ഹലോ എവരിവൺ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് അരുൺ മാതേശ്വരൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ റിലീസായ എപ്പിക് ആക്ഷൻ അഡ്വഞ്ചർ മൂവി ക്യാപ്റ്റൻ മില്ലർ. സോ ഈ മൂവി എങ്ങനെയുണ്ട് എന്നതിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യാം. സ്റ്റോറി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഇൻഡിപെൻഡൻസ് പീരീഡ് നടക്കുന്ന സ്റ്റോറിയാണ്. ധനുഷ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ അനിലീസൻ എങ്ങനെയാണ് ക്യാപ്റ്റൻ മില്ലർ ആയത്, ആ ഒരു പേര് കിട്ടിയതിന് ശേഷം പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ മുഴുവനും. സോ ഈ എൻ്റെ ഫിലിം കാണുമ്പോൾ തന്നെ പറയാനാകും ടെക്നിക്കൽ ആസ്പെക്റ്റ് സ്ട്രോങ് മൂവിയാണിത്. ഇതിൽ സിനിമാറ്റോഗ്രാഫി ആയാലും വിഷ്വൽ, സൗണ്ട് എഫക്ട്സ്, സെറ്റ് വർക്ക്സ് അങ്ങനെ എല്ലാം തന്നെ. സോ ഇതിലെ സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഇൻ്റർവൽ ടൈമിന് മുമ്പുള്ള ചേസ് സീക്വൻസ്, ആ സീക്വൻസിലെ സിനിമാറ്റോഗ്രാഫി സൂപ്പറായിട്ടാണ് ചെയ്തത്. പിന്നെ ഫോറസ്റ്റ് സീക്വൻസ്, പിന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസ് അത് ക്യാപ്ചർ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത വിധം കൊള്ളാമായിരുന്നു. ഇതൊരു ആക്ഷൻ ഫിലിമാണ്, അതിനാൽ തന്നെ ഒരുപാട് ഗൺ ഫയറും ബ്ലാസ്റ്റും ഒക്കെ കാണാം. അതുകൊണ്ട് തന്നെ ഇതിലെ സൗണ്ട് എഫക്റ്റും സൂപ്പറായിരുന്നു. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് ഒക്കെ കൊള്ളാമായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഈ പടത്തിലെ ഒരു വലിയ ഒരു വർക്ക്സ് തന്നെയായിരുന്നു അത്. പടത്തിൽ കാണുന്ന നാട്, അവിടെയുള്ള കോവിൽ, ആ സെറ്റ് വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിലെ ആർട്ടിസ്റ്റിന് കഥയ്ക്കനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ്, ഇതൊക്കെ കഥയോട് ഇൻക്ലൂഡ് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്ന വിധം അതൊക്കെ സൂപ്പറായിരുന്നു. ആക്ടിംഗ് ബേസിൽ നോക്കിയാൽ ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും തന്നെ, എസ്പെഷ്യലി ഇതിലെടുത്ത് പറയേണ്ടത് മെയിൻ ലീഡ് റോളിൽ വരുന്ന ധനുഷ്, അവരുടെ സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും എല്ലാം തന്നെ സൂപ്പറായിരുന്നു. അത് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒപ്പം മെയിൻ ക്യാരക്ടർ വരുന്ന ശിവരാജ് കുമാർ, ആസ് യൂഷ്വൽ അവർക്കും ഇവരുടെ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇവരെ കൂടാതെ സന്ദീപ് കിഷൻ, പ്രിയങ്ക മോഹൻ, അങ്ങനെ ഒരുപാട് പേർ കൊടുത്ത റോളിൽ നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചത്. ഇതെല്ലാം ഓക്കെ. അടുത്തത് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രെഡിക്റ്റബിളായ സ്റ്റോറിയാണ്. പിന്നെ ഇതിലെ സ്ക്രീൻ പ്ലേ നോക്കിയാൽ ഫസ്റ്റ് ഹാഫ് സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, ചിലയിടത്തൊക്കെ ലാഗ് ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫിൽ നോക്കിയാൽ ആ സ്ക്രീൻ പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്. ആ സ്ക്രീൻ പ്ലേ നന്നായിട്ടാണ് എടുത്തതെന്ന് പറയാം. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻ സൂപ്പറായിട്ടാണ് ചെയ്തത്. മൊത്തത്തിൽ ക്യാപ്റ്റൻ മില്ലർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ പോയി ഒരു തവണ കണ്ടിരിക്കുന്ന പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ ഈ ക്യാപ്റ്റൻ മില്ലർ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാം. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.